എല്ലാവർക്കും നമസ്കാരം. NGS ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് സെമസ്റ്റർ 2 BA ഇംഗ്ലീഷിന്റെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അഥവാ ഹെൽ എന്നറിയപ്പെടുന്ന പേപ്പറുമായി ബന്ധപ്പെട്ട് മൊഡ്യൂൾ 1 ചാപ്റ്റർ 2 അതാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിനകത്ത് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് റെസ്റ്റോറേഷൻ പോയട്രിയെ കുറിച്ചാണ്, അഥവാ നിയോ ക്ലാസിക്കൽ പോയട്രിയെ കുറിച്ച് ആണ്. So, the Restoration poetry was tremendously influenced by French poetry. This influence is seen in the observance of the rules of the ancient Greek and Latin classics. അപ്പോൾ നമ്മൾ ആ റെസ്റ്റോറേഷൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ് ഇട്ട വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ കിങ് ചാൾസ് ദ സെക്കൻഡ് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആ ഒരു ഫ്രഞ്ച് ഇൻഫ്ലുവൻസ്, അദ്ദേഹത്തിന്റെ ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ഇംഗ്ലീഷ് സൊസൈറ്റിയിലും കാണപ്പെട്ടു. അപ്പോൾ ആ ഒരു ഫ്രഞ്ച് റൈറ്റേഴ്സിനെ സർപ്പാസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരെക്കാളും നന്നായിട്ട് എഴുതാനായിട്ട് എന്ത് ചെയ്തു, ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ക്ലാസിക്കൽ റൈറ്റിംഗ്സിനെ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു. ആൻഡ് ഈ ഒരു ടൈമിലാണ് മെറ്റാഫിസിക്കൽ പോയട്രി ഒക്കെ ഫേമസ് ആയിട്ട് ഉണ്ടായിരുന്നത്. സോ ദ പോയട്രി ഓഫ് ദ ടൈം വാസ് എ റിയാക്ഷൻ അഗൻസ്റ്റ് ദി അൺപ്രസിഡന്റഡ് ലിബർട്ടി ടേക്കൺ ബൈ ദി മെറ്റാഫിസിക്കൽ പോയറ്റ്സ്. അപ്പൊ ഈ റെസ്റ്റോറേഷൻ പോയട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റാഫിസിക്കൽ പോയറ്റ്സിന് കിട്ടിയ ആ ഒരു ഫ്രീഡത്തിനെതിരെ ഉള്ളൊരു റിയാക്ഷൻ ആയിട്ടാണ് ഏത് വന്നത്, റെസ്റ്റോറേഷൻ പോയട്രി അഥവാ നിയോ ക്ലാസിക്കൽ പോയട്രി വന്നത്. They focused on clarity of thought, leaving nothing half said or to conjecture. അപ്പൊ അവര് ഉദ്ദേശം എന്താണ്, മെറ്റാഫിസിക്കൽ പോയട്രി കുറച്ച് കോംപ്ലക്സ് ആയിരുന്നു, ബട്ട് നിയോ ക്ലാസിക്കൽ പോയട്രി മെറ്റാഫിസിക്കൽ പോയട്രിക്ക് റിയാക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. മെറ്റാഫിസിക്കൽ പോയട്രി കോംപ്ലക്സ് ആയിരുന്നെങ്കിൽ നിയോ ക്ലാസിക്കൽ പോയട്രി സിമ്പിൾ ആയിരുന്നു. അവർ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോട് കൂടിയാണ് അവർ പറഞ്ഞത്. ഒരു വേർഡ് പോലും ആവശ്യമില്ലാതെ ചേർത്തിട്ടില്ല, ഒരു വേർഡ് പോലും കുറഞ്ഞിട്ടും ഇല്ല. ആ ഒരു സ്റ്റൈലിലാണ് ഇത് നിയോ ക്ലാസിക്കൽ പോയട്രി അഥവാ റെസ്റ്റോറേഷൻ പോയട്രി എഴുതിയിരിക്കുന്നത്. ഇനി ഈ ടൈമിലെ പോയിറ്റ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, മുമ്പുണ്ടായിരുന്ന എലിസബത്തൻ ടൈമിലൊക്കെ എന്താണ്, ഹൈലി റൊമാൻറ്റിക് ആയിട്ടായിരുന്നു പോയിറ്റ്സ് കവിതകൾ എഴുതിയിരുന്നത്. കാരണം അവരുടെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ ലൈഫിന്റെ അല്ലെങ്കിൽ ലൈഫ് എന്ന് പറഞ്ഞ ഒരു ഹോൾ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ലവ് അല്ലെങ്കിൽ നേച്ചർ, ഇതൊക്കെയായിരുന്നു അവരുടെ തീം. ബട്ട് നമ്മുടെ റെസ്റ്റോറേഷൻ ടൈം ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു, പോയറ്റ്സ് എല്ലാം ആ ഒരു ടൗൺസ് കോൺസെൻട്രേറ്റ് ചെയ്താണ് നിന്നത്, അല്ലെങ്കിൽ ടൗൺസിലെ കോഫി ഹൗസസും അത് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസും അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ മുമ്പത്തെ പോയറ്റ്സിനെ പോലെ ആ ഒരു ലൈഫ് എന്ന ഹോൾ കോൺസെപ്റ്റിനെ എടുക്കുന്നതിന് പകരം ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ അവർ ജീവിച്ച ആ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലെ മെയിൻ ഇഷ്യൂ എന്താണോ ആ ഇഷ്യൂ അഡ്രസ് ചെയ്യാനായിട്ടാണ് എന്ത് ചെയ്തത്, നമ്മുടെ റെസ്റ്റോറേഷൻ പോയറ്റ്സ് അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ പോയറ്റ്സ് കൂടുതലും ശ്രദ്ധിച്ചത്. ആൻഡ് സോ ദേ വെർ ടൗൺ പോയറ്റ്സ്. ആൻഡ് അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത പോയറ്റിക് ഫോം ആണ് ഇത് സറ്റയർ എന്ന് പറയുന്നത്. ആൻഡ് അവർ യൂസ് ചെയ്ത പോയറ്റിക് ഡിവൈസ് നോക്കുകയാണെങ്കിൽ അയാംബിക് പെന്റാമീറ്റർ ഉള്ള റൈമിംഗ് കപ്ലെറ്റ്സ്, അതായത് നമ്മുടെ ഹീറോയിക് കപ്ലെറ്റ്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ S1 റീഡിംഗ് പോയട്രി പോർഷനിൽ പഠിക്കുന്നതാണ് എന്താണ് ഹീറോയിക് കപ്ലെറ്റ് എന്ന്. ഇറ്റ് ഈസ് 2 അയാംബിക് പെന്റാമീറ്റർ ലൈൻസ് റൈമിംഗ്. സോ അത്തരത്തിലുള്ള അയാംബിക് പെന്റാമീറ്റർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹീറോയിക് കപ്ലെറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് റെസ്റ്റോറേഷൻ പോയട്രീസ് അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ പോയട്രീസ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ദ ചീഫ് നിയോ ക്ലാസിക്കൽ പോയറ്റ്സ് വെർ എഡ്മണ്ട് വാലർ, സർ ജോൺ ഡെൻഹാം, ചാൾസ് സാക്വിൽ, സാമുവൽ ബട്ട്ലർ ആൻഡ് ജോൺ ഡ്രൈഡൻ. ഇത്രയും പേരാണ് നമ്മുടെ നിയോ ക്ലാസിക്കൽ പോയട്രിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഡോമിനന്റ് ആയിട്ട് ഉള്ളത്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ കേസ് നോക്കുകയാണെങ്കിൽ, ടെക്സ്റ്റ് ബുക്കിനകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാക്സിമം കോംപ്ലക്സ് ചെയ്ത് പറയാനായിട്ടുള്ളൊരു പ്രവണത ചില ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് നിയോ ക്ലാസിക്കൽ പോയട്രിയുടെ ഭാഗം. അപ്പൊ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ NGS ഓൺലൈൻ ചാനലിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇത്ര നേരം പറഞ്ഞ അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിൽ അത്രയും വാരി വിളിച്ച് കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നോക്കാം. So, the 18th century poetry is also called as the Augustan age. അല്ലെങ്കിൽ ആ ഒരു പീരീഡിനെ അഗസ്റ്റിൻ ഏജ് അല്ലെങ്കിൽ 18th സെഞ്ചുറിയെ തന്നെ നമ്മൾ അഗസ്റ്റിൻ ഏജ് എന്നാണ് വിളിക്കുന്നത്. കാരണം ആ ഒരു പീരീഡിലുള്ള പോയറ്റ്സ് എല്ലാം എന്ത് ചെയ്തു, റോമിനെ അല്ലെങ്കിൽ ആ ഒരു പോയറ്റ്സ് എല്ലാം എന്ത് ചെയ്തു, റോമിനെ അഗസ്റ്റസ് സീസർ എന്ന ഭരണാധികാരി അല്ലെങ്കിൽ രാജാവ് ഭരിച്ചിരുന്ന ആ ഒരു പീരീഡിലെ റോമൻ റൈറ്റേഴ്സിനെ അല്ലെങ്കിൽ റോമൻ റൈറ്റിംഗ്സിനെ കോപ്പി ചെയ്യാനായിട്ടാണ് ശ്രമിച്ചത്. സോ 18th സെഞ്ചുറി അല്ലെങ്കിൽ ആ റെസ്റ്റോറേഷൻ പീരീഡ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്, ലിറ്ററേച്ചറിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അഗസ്റ്റിൻ ഏജ് എന്നും അറിയപ്പെടുന്നു. The 18th century poetry is so called the Augustan poetry. The poetry of the 18th century is called the neoclassical poetry because these poets
ട്രൈ ടു ഇമിറ്റേറ്റ് ദ സ്റ്റൈൽ ഓഫ് ദ ക്ലാസിക്കൽ ലാറ്റിൻ റൈറ്റേഴ്സ്. അല്ലെങ്കിൽ ഈ ലാറ്റിൻ റൈറ്റേഴ്സ് അല്ലെങ്കിൽ റോമൻ റൈറ്റേഴ്സിനെ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു പോയട്രി അല്ലെങ്കിൽ 18th സെഞ്ചുറി അല്ലെങ്കിൽ റെസ്റ്റോറേഷൻ പോയട്രി നമ്മൾ എന്ത് പേരിലും അറിയപ്പെടുന്നുണ്ട്? നിയോ ക്ലാസിക്കൽ അഥവാ ന്യൂ ക്ലാസിക്കൽ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. The neoclassical poetry includes the contributions of John Dryden during the second half of the 17th century and the Alexander Pope during the first half of the 18th century. അപ്പൊ നമ്മുടെ നിയോ ക്ലാസിക്കൽ പോയട്രിയുടെ കേസ് നോക്കുകയാണെങ്കിൽ രണ്ട് പീരീഡ് ആണ് ഉള്ളത്. ആദ്യത്തത് സെക്കൻഡ് ഹാഫ് ഓഫ് ദ 17th സെഞ്ചുറിയുടെ സെക്കൻഡ് ഹാഫ് നമ്മുടെ ജോൺ ഡ്രൈഡൻ ഡോമിനന്റ് ആയിട്ട് നിന്ന ആ ഒരു പീരീഡും അതിനുശേഷം വന്ന ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 18th സെഞ്ചുറി നമ്മുടെ അലക്സാണ്ടർ പോപ്പ് ഡോമിനന്റ് ആയിട്ട് നിന്ന ആ ഒരു പീരീഡും, ഈ രണ്ട് പീരീഡും ചേർന്ന് ഉള്ള ടൈമാണ് ഏത് നിയോ ക്ലാസിക്കൽ പോയട്രിയുടെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത്. The neoclassical school of poetry exhibited certain characteristics. നമ്മുടെ ടെക്സ്റ്റിൽ വാരി വലിച്ച് കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് ആണ്. അത് നമ്മൾ ഷോർട്ട് ആയിട്ട് 6 പോയിന്റ് ആയിട്ട് പറയാണ്. First one, the neoclassical poetry was anti-romantic in nature. It was a product of wit and intelligence and so it aimed to appeal more to the head rather than to the heart. അപ്പൊ നമ്മുടെ neoclassical poetry എന്തായിരുന്നു? ആന്റി-റൊമാൻറ്റിക് ഇൻ നേച്ചർ ആയിരുന്നു. അതിന് മുമ്പുള്ള എലിസബത്തൻ ലിറ്ററേച്ചർ ഹൈലി റൊമാൻറ്റിക് ആയിരുന്നു. നിയോ ക്ലാസിക്കൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആന്റി റൊമാൻറ്റിക് ഇൻ നേച്ചർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്തു? റീസണിങ്ങിനും ഇന്റലിജൻസിനും അല്ലെങ്കിൽ തിങ്കിങ്ങിനും ഒക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്, അല്ലെങ്കിൽ റിയലിസത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പകരം നമ്മുടെ എലിസബത്തൻ ടൈമിലുള്ളതുപോലെ എന്തില്ല, ആ ഒരു ഇമോഷൻസിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വികാരങ്ങൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ നിയോ ക്ലാസിക്കൽ പോയട്രി എന്താണ്? ആന്റി-റൊമാൻറ്റിക് ഇൻ നേച്ചർ ആൻഡ് അപ്പീൽ ടു ദ ഹെഡ് റാദർ ദാൻ ദ ഹേർട്ട്. ഇമോഷൻസിനല്ല, പകരം റിയലിസത്തിന് അല്ലെങ്കിൽ റിയാലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. Second one, the neoclassical poetry was exclusively town poetry, for it focused on depicting the town life of the 18th century. All humbler aspects of life, love of nature, landscapes or countryside was neglected. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് സിംപ്ലി പറയുകയാണെങ്കിൽ neoclassical poetry was town poetry. എന്തുകൊണ്ടാണ് ടൗൺ പോയട്രി? ആ ഒരു പോയിറ്റ്സ് അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ പോയിറ്റ്സ് എല്ലാം ആ ഒരു ടൗൺ ലൈഫ് ആയിരുന്നു അവർ ജീവിച്ചിരുന്നത്. അവർക്ക് ഇതുപോലെ നേച്ചറും അല്ലെങ്കിൽ കൺട്രി സൈഡും കുറിച്ച് യാതൊരു അറിവുമില്ല. മാത്രമല്ല അവർക്ക് ശ്രദ്ധിക്കേണ്ട ആ ഒരു അവരുടെ ഒരു മെന്റാലിറ്റി എന്തായിരുന്നു? അവര് ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ടൈമിലെ പ്രശ്നത്തെയാണ് അവര് അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. അല്ലെങ്കിൽ നേച്ചറിന് അല്ലെങ്കിൽ ആ ഒരു ലൈഫ് ആസ് എ ഹോൾ അങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നും എടുക്കാനായിട്ട് അവര് ശ്രദ്ധിച്ചിട്ടില്ല. അവർ കംപ്ലീറ്റ്ലി അതൊക്കെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തത്. And third point, the neoclassical poets strictly adhered to the classical poetic forms such as epic, satire, ode, pastorals, etc. അപ്പൊ മുമ്പുണ്ടായിരുന്ന ക്ലാസിക്കൽ പോയറ്റിക് ഫോംസ് ആയിട്ടുള്ള എപ്പിക്, സറ്റയർ, ഓഡ്, പാസ്റ്ററൽ എക്സെട്ര ഇതുപോലുള്ള പോയറ്റിക് ഫോംസിനെല്ലാം എന്ത് ചെയ്തു? കോപ്പി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ആര് ശ്രമിച്ചു? നിയോ ക്ലാസിക്കൽ പോയറ്റ്സ് ശ്രമിച്ചു. Next point, they also followed the classical rules and conventions of ancient classical writers. They used the classical verse form called heroic couplet, which is rhyming couplets of iambic pentameter to write poems. അപ്പൊ അവർ ആ ഒരു ഓടും അല്ലെങ്കിൽ എപ്പിക്സും അല്ലെങ്കിൽ പാസ്റ്ററൽസും അതുപോലത്തെ അതിന്റെ രീതികൾ മാത്രമല്ല അത്തരത്തിലുള്ള വർക്ക്സിന്റെ റോമൻ ക്ലാസിക്സിന്റെ അല്ലെങ്കിൽ റോമൻ വർക്ക്സിന്റെ അതിന്റെ റൂൾസും കൂടി എന്ത് ചെയ്തു? ഫോളോ ചെയ്തു. അങ്ങനെ ഫോളോ ചെയ്തതിന് എക്സാമ്പിൾ ആണ് ഏത്? നമ്മുടെ നിയോ ക്ലാസിക്കൽ പോയട്രിയുടെ ഹീറോയിക് കപ്ലറ്റിന്റെ യൂസ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, the strict adherence to the perfection in form and expression, the poetic forms and verse forms gave an artificial style and superficial excellence to the neoclassical poetry. ആ പോയിന്റ് സിംപ്ലി പറയുകയാണെങ്കിൽ they concentrated in the perfection in form and expression, അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റൈലിൽ എന്ത് ചെയ്തു? അവര് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്താണ് എഴുതിയിരുന്നത്. And sixth point, the commonly used poetic forms were satire and narrative poetry. ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സറ്റയർ ഫോം അല്ലെങ്കിൽ നറേറ്റീവ് പോയട്രിയുടെ ഫോംസ് ആയിരുന്നു. അപ്പൊ ഇത്രയുമാണ് നിയോ ക്ലാസിക്കൽ പോയട്രിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് 6 പോയിന്റ് ടെക്സ്റ്റ് ബുക്കിൽ വാരി വിളിച്ച് കൊടുത്തിരിക്കുകയാണ്. അത് സിമ്പിൾ ആയിട്ട് 6 പോയിന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? ഫസ്റ്റ് വൺ, the neoclassical poetry was anti-romantic in nature. Second one, the neoclassical poetry was exclusively town poetry. Third one, they adhered to the classic poetic forms such as epic, satire, ode, pastorals, etc. Fourth one,
They followed the classical rules and conventions like the heroic couplets. And fifth one, they gave importance in perfection in form and expression. And sixth one, the commonly used poetic forms were satire and narrative poetry. ഇത്രയുമാണ് നമ്മുടെ നിയോ ക്ലാസിക്കൽ പോയട്രിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയാനുള്ളത്. ഇനി നിയോ ക്ലാസിക്കൽ പോയട്രി വലിയ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ ജോൺ ഡ്രൈഡനെ കുറിച്ചും എഴുതണം, അതുപോലെ തന്നെ അലക്സാണ്ടർ പോപ്പിനെ കുറിച്ചും എഴുതണം. കാരണം ഇവർ രണ്ടുപേരുമാണ് നിയോ ക്ലാസിക്കൽ പോയട്രിയെ ഏറ്റവും അല്ലെങ്കിൽ ആ നിയോ ക്ലാസിക്കൽ പോയട്രിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള വ്യക്തികൾ. ജോൺ ഡ്രൈഡൻ ലേറ്റർ ഹാഫ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 17th സെഞ്ചുറിയും അലക്സാണ്ടർ പോപ്പ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 18th സെഞ്ചുറിയാണ് ഡോമിനന്റ് ആയിട്ട് നിന്നത്.